നമസ്കാരം. കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കഴിവില്ലായ്മയും അവരുടെ അശ്രദ്ധയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാം. ഒന്ന്, പിണറായി വിജയൻ സഖാവ് കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർത്തത് ശ്രീമാൻ പിണറായി വിജയൻ തന്നെയാണ്. ഇപ്പോൾ ഒരു മാറ്റം വരുന്നുണ്ട്. ബേബി ഉൾപ്പെടെ ശ്രീമതി ടീച്ചർ ഉൾപ്പെടെ ഒരു ഗ്യാങ് സത്യത്തിൽ പുറത്തു വരികയും പിണറായിയെ കഴിക്കൽ കൂടാതെ മാറ്റുകയും ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഈനാട് സിനിമ ആ സിനിമയിൽ ബാർബർ ഷാപ്പ് നടന്ന ഒരാൾ മന്ത്രിയായപ്പോൾ ഗസ്റ്റ് ഹൗസിൽ AC വർക്ക് ചെയ്യാത്തത് ഉറങ്ങിയില്ല എന്ന് പരാതി പറഞ്ഞു. ആരായിരുന്നു? കടത്തിൻ്റെ കിടന്നവനാണ്. അത് ഇടതുപക്ഷി എന്താ പറഞ്ഞത്? മന്ത്രി കഴിഞ്ഞപ്പോൾ ഒരു AC ഇല്ലാത്ത ഉറങ്ങാൻ പറ്റില്ല എന്ന്. പിണറായി സഖാവിന് രണ്ടടി പൊക്കളും ബസ്സിലേക്ക് കയറിയപ്പോൾ ലിഫ്റ്റ് വേണം. കോടികൾ മുടക്കി, ലക്ഷങ്ങൾ മുടക്കി. ഇത്രയും ധിക്കാരവും കാണിച്ചൊരു മനുഷ്യൻ സാധാരണ ഇനി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയനെ ചിങ്ങടി പാടുന്ന സഖാക്കളെ അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. രവി നാരായണ റെഡ്ഡി UP-കാരൻ, നെഹ്റുവിന് ഭൂരിപക്ഷം കിട്ടിയത് 1,73,929 വോട്ടാണ്. ഈ മനുഷ്യൻ കിട്ടിയത് 2,20,22,280. നെഹ്റുവിനേക്കാൾ ഭൂരിപക്ഷം ജയിച്ച സഖാവാണ്, ഒന്നാമത്തെ സഖാവാണ്. 500 ഏക്കർ ഭൂമി അദ്ദേഹം ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് 20 ഏക്കർ മാത്രം കൈകാര്യം ചെയ്യും. അങ്ങനെ മാതൃകാപരമായി ജീവിച്ച കമ്മ്യൂണിസ്റ്റാണ്. അതൊക്കെ പോട്ടെ, വേറൊരു വടക്കേന്ത്യൻ നേതാവ് എറണാകുളം റെസ്റ്റ് ഹൗസിൽ വന്നു. ഇതൊന്നും അങ്ങ് നൂറ്റാണ്ട് മുമ്പൊന്നുമല്ല, 68-70 കാലഘട്ടത്തിലാണ്. അന്ന് റെസ്റ്റ് ഹൗസിൽ വിശ്രമിക്കുമ്പോൾ തലേന്ന് വിളിച്ച് അപ്പോയിൻറ്റ് ഫിക്സ് ചെയ്ത് പത്രക്കാർ 10 മണിക്ക് വരാൻ പറഞ്ഞ് വന്നപ്പോൾ അവിടെ ഇരിക്കാൻ വന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ ലാത്താന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് നടക്കാണ്. 1 മണിക്കൂർ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇരുത്തിക്കൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നാണ്. അത് മറ്റൊന്നുമല്ല, എനിക്ക് കമ്മീസിന് ഉടുപ്പ് ഒരു ജോഡിയുള്ളൂ. രാത്രി കഴിയിട്ട് ഉണങ്ങാനുള്ള താമസമാണ്. അത് ഉണങ്ങിപ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് വന്നത്. അതാണ് മാതൃക കമ്മ്യൂണിസ്റ്റ്, അതാണ് കമ്മ്യൂണിസം. പഴയ കട്ടൻ ചായയും പിന്നെന്താണ് പരിപ്പൊടി, കട്ടൻ ബീഡി, ഇതാണ്. ഇന്നിപ്പോൾ സഖാക്കൾ പറഞ്ഞില്ല, ഞങ്ങൾക്കൊന്നും പറ്റില്ല, ആൾക്ക് 5 സ്റ്റാർ സംസ്കാരം വേണം. ഇന്ന് സഖാക്കളെല്ലാം റോയലായിട്ടാണ്, രാജകീയമായിട്ടാണ്, പ്രൗഢിയോടുകൂടിയാണ്. AC ഇല്ലാതെ AC കാറിൽ സഖാക്കൾ പുറത്തിറങ്ങാൻ പറ്റില്ല. പാവപ്പെട്ട് ചെമ്പൻ്റെ ഇലയിൽ, പേസ്പോഡിൽ, ടാറിട്ട റോഡിൽ അങ്ങനെയൊക്കെ ചുമരെഴുതി പ്രജ നടത്തി വളർത്തിയെടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇത് കോടീശ്വരന്മാരും കള്ളന്മാരും കയ്യിലായി, കൊള്ളക്കാരുടെ കയ്യിലായി. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പിണറായി സഖാവ് കൂട്ടർ എന്താ ചെയ്തത്? എന്തെങ്കിലും ന്യായീകരണമുണ്ടോ ചെയ്യാൻ? കോൺഗ്രസ് ചെയ്യും, BJP ചെയ്യും. അവരൊന്നും ഒരു പ്രത്യയശാസ്ത്രം അങ്ങനെയല്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് അങ്ങനെയല്ല, പ്രത്യയശാസ്ത്രം വേറെയാണത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും 100 മെസ്സേജുകളും കൊണ്ട് പറയുന്നത്, പിണറായി സഖാവിനെ വളരെ മാന്യമായി ആദരവോടുകൂടി ഒരു റിട്ടയർമെൻറ്റ് കൽപ്പിക്കുകയും അദ്ദേഹം സന്തോഷമായിട്ട് വീട്ടിൽ പോയിരിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യണം. കുറ്റവും കുറവൊന്നും പറഞ്ഞ് അദ്ദേഹത്തെ കൊച്ചാക്കരുത്, മോശക്കാരനാക്കരുത്. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ധീരതയും ഉള്ള പല കാര്യങ്ങളും കേരളത്തിൽ ചെയ്തിട്ടുണ്ട്, അതൊക്കെ മറക്കാനും പാടില്ല. ഇത് ദയവ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബേബി ഉൾപ്പെടെ ടീമോട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മാന്യമായൊരു യാത്രയായിരിക്കും. അത് സ്വസ്ഥമായിട്ട് അച്യുതാനന്ദൻ പോയിരുന്നല്ലോ, സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കട്ടെ, ഉള്ള കഞ്ഞിയും കുടിച്ച് നടത്തിയിരിക്കട്ടെ. അല്ലാതെ ഇനി പ്രതിപക്ഷ നേതാവായിട്ട് ഷൈൻ ചെയ്യാനോ അതിന് പിന്നെ പാർട്ടി സഖാക്കൾ അസംബ്ലിയിൽ വെച്ച് കൊച്ചാക്കാനോ അതൊന്നും മാന്യതയല്ല. അത്ര കണ്ട് ക്ഷമിക്കാവുന്ന തെറ്റല്ല അദ്ദേഹം ചെയ്തത് ജനങ്ങളുടെ മുൻപിൽ. ഞങ്ങൾ ബസ്സിൽ ഒരടി 1 പൊക്കമുള്ള സ്റ്റെപ്പിൽ കയറാനേ ലിഫ്റ്റ് വേണം. അങ്ങനോട് രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം. രാജ്യം ഭരിക്കാൻ വരാമല്ലോ അവിടെ. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ കയറാൻ ലിഫ്റ്റ് 10 സ്റ്റെപ്പ് നടന്നത് മരിച്ചു പോകും.
എത്ര കോടി രൂപ അനാവശ്യമായിട്ട് സർക്കാർ തരാവര്. ഇതിൻ്റെയൊക്കെ പരിണതഫലം അല്ലെങ്കിൽ അവസാനം കമ്മ്യൂണിസ്റ്റ് തകർക്കലായിരുന്നു. അങ്ങനെ പിണറായി സഖാവിന് കൂടുതൽ ചെറിയൊരു ഗ്യാങ്ങും കൂടി BJP വളർത്തി കമ്മ്യൂണിസ്റ്റ് തകർക്കാണ്ട് ട്രെൻഡ് എടുത്തിരിക്കുക. അതേ അവസ്ഥയാണ് കേൾക്കുന്നത്. ശരിയാണെങ്കിൽ നമ്മൾ സതീശൻ ചെയ്യുന്നു. സതീശൻ ചെയ്താണ്ട് പുറത്താക്കാറായിട്ടെന്നൊക്കെ ഇപ്പോൾ വാർത്ത പറയുന്നത്. രാഹുൽജി തെറ്റിയിട്ടുണ്ട്, പിന്നെ വേണുഗോപാലാണെങ്കിൽ ശക്തമായി പുറത്ത് വന്നിട്ടുണ്ട്. ചെയ്യുന്ന കാര്യത്തിൽ ന്യായീകരണം വേണ്ടേ? ഈ സതീശൻജിയും പിന്നെ ഇപ്പം പിണറായിജിയും പിന്നെ നമ്മുടെ കോൺഗ്രസ്സിലെ ജിമാരോടും ചില പറയാനുള്ളത്, എടുപ്പോൾ കേരളം കോൺഗ്രസ് ഭരിക്കാണ്, 102 സീറ്റ് കിട്ടും. എങ്ങനെയാണ് ഞാൻ ഈ കോൺഗ്രസ് പ്രവർത്തിച്ച മുസ്ലിങ്ങളോടും മറ്റ് അമുസ്ലിങ്ങളോടൊക്കെ പറയാണ്, എങ്ങനെ കോൺഗ്രസ് അധികാരത്തിൽ തളർന്നത്? ഈ തളർന്നത് 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ട് കിട്ടും 1000 വോട്ട് കിട്ടിയാണോ? 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ട് കിട്ടിയ 7 വോട്ട് കിട്ടിയാണോ? 100 വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ട് കിട്ടിയ ക്രിസ്ത്യാനിയുടെ വോട്ട് കിട്ടിയാണോ? അല്ലെങ്കിൽ 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടിൽ താഴെ കിട്ടുന്നത് ദളിതിന് വോട്ട് കിട്ടിയാണോ? അങ്ങനെയൊക്കെ കിട്ടിയാൽ 8 വരുള്ളൂ. ഏതാണ്ട് 43% വോട്ട് കിട്ടിയില്ലേ? അതിൽ 8 പോയിട്ട് ബാക്കി എത്രയുണ്ട്? 35 to 40. 35% വോട്ടിലിടോ. അതിൽ 32% വോട്ടും കിട്ടിയിരിക്കുന്നത് ഈ മുസ്ലിങ്ങളുടെ വോട്ടാണ്. മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടി എൻ ബ്ലോക്കായിട്ട് കിട്ടിയോണ്ട് മാത്രമാണ് UDF അധികാരത്തിൽ വന്നത്. അപ്പോൾ UDF അധികാരത്തിൽ കയറ്റിയത് ഞങ്ങളത് വാക്ക് കൊടുത്താണ്. 30-33% മുസ്ലിങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ ഗ്യാരണ്ടിയിൽ ഞങ്ങൾ വാക്ക് കൊടുത്തു. 70 സീറ്റ് ഉറപ്പാണ് നിങ്ങൾ ഭരണം നിൽക്കുക, LDF താഴെ ഇറക്കാം. അത് അവരോട് റിപ്പോർട്ടില്ല. LDF താഴെ ഇറക്കില്ലെങ്കിൽ UDF തോറ്റു കഴിഞ്ഞാൽ പിന്നെ UDF ഉണ്ടാവില്ല, LDF ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ അത് വിജയിച്ചു. അപ്പോൾ അഹങ്കരിക്കരുത്. സതീഷ് ഉൾപ്പെടെ KC വേണുഗോപാൽ ഉൾപ്പെടെ മറ്റ് രമേശ് ഉൾപ്പെടെ നിങ്ങൾ അഹങ്കരിക്കരുത്. നിങ്ങൾ കാര്യം മനസ്സിൽ, നിങ്ങൾ നായർ സമുദായം 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നായർ സമുദായത്തിന് UDFന്. അത് നിങ്ങൾ അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ഒതുക്കാൻ നോക്കിയത്. മുസ്ലിം സമുദായത്തിലെ 32% വോട്ട് കിട്ടിയോണ്ട് മാത്രമാണ് 102 സീറ്റ് കിട്ടിയത്. അത് മനസ്സിലാക്കണം. അല്ല നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യാൻ ഫ്രീ ആയിട്ട് കൊടുത്തതിൽ സ്ത്രീകളൊന്നും വോട്ട് ചെയ്തിട്ടൊന്നുമില്ല. സ്ത്രീകളൊന്നും വോട്ട് ചെയ്യണ്ട, അതല്ല ഈ പറഞ്ഞ ഗ്രൂപ്പിൽ പെട്ടല്ലേ. ഞാൻ വേറൊരു കണക്കിൽ കിടക്കാം, പറയാതിരിക്കാൻ പറ്റില്ല. സജീവ റെഡ്ഡി 1939 ജനിച്ച സജീവ റെഡ്ഡി ഇപ്പോൾ എത്ര വയസ്സുണ്ട്? കഴിഞ്ഞ 33 വർഷമായിട്ട് INTUസിന്റെ ദേശീയ പ്രസിഡന്റാണ്. ഇവിടെ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് AICC പ്രസിഡന്റ് 90-95 വയസ്സുള്ള നടക്കാൻ പറ്റുന്ന ആളാണ്. പിന്നെ ആരെ ഉപദേശിക്കാൻ? കഴിഞ്ഞ 33 വർഷമായിട്ട് സജീവ റെഡ്ഡി INTUസിയുടെ പ്രസിഡന്റാണ്, നാഷണൽ പ്രസിഡന്റ്. ഞാൻ ഇന്നൊരാൾ എൻ്റെ സുഹൃത്തുക്കൾ റെഡ്ഡിയായിട്ട് സംസാരിച്ചു. സജീവ റെഡ്ഡിമാർ എന്നുള്ളത് ആന്ധ്രയിൽ മുന്നോക്ക സമുദായം, ആകെ ഒരു 10,000 പേര് പോലും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ആദിവാസികളുണ്ട് ചില, അത് കുട്ടി എന്നായിട്ട് പറഞ്ഞു. അത് ആന്ധ്രയിൽ കുട്ടി എന്ന് വെച്ചാൽ ആദിവാസിയാണ്. അവർ ആദിവാസികളാണ്, അത് വളരെ കുറച്ചുള്ളൂ, ആകെ കുറച്ചുള്ളൂ. ആ ബ്രാഹ്മിൻസ് 2% ഉണ്ട്. റെഡ്ഡി വർഗം എന്ന് പറഞ്ഞത് 0.1% പോലും ഇല്ല. അതിനെ നിർത്തിക്കൊണ്ട് 33 വർഷമായിട്ട് INTUC പ്രസിഡന്റ് അനങ്ങാൻ പാടില്ല. 90 എത്ര വയസ്സുണ്ട്? 99 വയസ്സായിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പരാതി വന്നു. നമ്മുടെ ചന്ദ്രശേഖരല്ലേ, 500 കോടിയുടെ അഴിമതി ചന്ദ്രശേഖരൻ്റെ ആളിപ്പോൾ KP ഹരിദാസ് ഉണ്ട്, ഇവിടെ ഈ വൈപ്പിൻകാരൻ പൊന്നാരിമംഗലം. അദ്ദേഹം പറയട്ടെ, ഞങ്ങൾ റെഡ്ഡി എടുത്ത് പരാതിപ്പെട്ടത്. റെഡ്ഡി ആരാ? എന്താ ഈ പറയാ? കോൺഗ്രസ്സുകാർ. ഇപ്പം നിങ്ങൾ എങ്ങനെയാണോ ഇന്ത്യയിൽ പിടിച്ചെടുക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത്? ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ അദ്ദേഹം മാഡം വന്നിട്ടുണ്ട് വയനാട്ടിൽ, അതൊക്കെ നല്ല കാര്യം. ഇന്ത്യയിലെ രാജ്യം ഭരിക്കാൻ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവും ഏഷ്യയുടെ പ്രസിഡന്റൊക്കെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ മുസ്ലിം ലീഗിനെ ആഭിമുഖ്യമുള്ള വയനാട് നിന്ന് ജയിച്ച് അർമാദിച്ചപ്പോഴേ നിങ്ങൾ തീർന്നില്ലേ കഥ? എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ പറയാതിരിക്കാം, എന്നിട്ട് ഈ സതീശിനെ കൂടി എന്തെങ്കിലും റക്കബിച്ചാക്കാം. പക്ഷേ കോൺഗ്രസ് നശിക്കാൻ പാടില്ല, അവിടെയാണ് പ്രശ്നം. കോൺഗ്രസ് നശിച്ചാൽ പിന്നെ വരുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രസ്ഥാനമല്ല. കമ്മ്യൂണിസ്റ്റ് നശിക്കാൻ പാടില്ല. അതാണ് പിണറായി സഖാവിനെ ഞങ്ങൾ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ടിരുന്നതാണ് പിണറായി സഖാവ്. ഇത്രയും പൗരുഷമായിട്ട് പറയണമെങ്കിൽ അദ്ദേഹം ചെയ്തതിൻ്റെ എത്ര ആഴത്തിലാണ് തെറ്റെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് തകർന്നതിൽ എന്തായിരിക്കും ലോകത്തെ അവസ്ഥ, എന്തായിരിക്കും ഇന്ത്യയിലെ അവസ്ഥ, കേരളത്തിലെ അവസ്ഥ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
അത് കമ്മ്യൂണിസ്റ്റ് തകർത്ത് കൊടുത്തേക്കെന്ന് അച്ചാറ് വാങ്ങി BJP കൂടെ വർക്ക് ചെയ്യല്ലേ. അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഭരണത്തിൽ കയറാനല്ല ശ്രമിക്കുന്നത്. നല്ല ഇത് കാണുന്നില്ല. ഇത്രയും അനുകൂലമായ ഒരു സന്ദർഭം ഇന്ത്യയിൽ വേറെ വരില്ല. ബാബരി മസ്ജിദ് പൊളിച്ച് പിന്നെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് അഴിമതിയെക്കുറിച്ച് കൊള്ളയെക്കുറിച്ചൊക്കെ ജനങ്ങൾ അത്ര കണ്ട് അതിന് മോഡിജിയുടെയും RSSന്റെ തലവൻ്റെയും ഒക്കെ ഇത്രയും കത്തിക്കണ പരസ്യമായിട്ട് ഇന്ത്യയിൽ അത്ര മോശം സംഭവമല്ലേ. കോടിക്കണക്കിന് അഴിമതി കൊള്ള, എന്നിട്ടും കോൺഗ്രസിന് മുതലെടുക്കാൻ പറ്റുന്നില്ല. അത് നമ്മളെന്താണ് പറഞ്ഞത്. അതിങ്ങനെ മുതലെടുക്കണേ റെഡ്ഡി. അതാണ് നമ്മൾ ഭരണാധികാരികളോടും നിയമജ്ഞരോടും പറയുന്നത്. 2 ടേമിൽ കൂടുതൽ ഒരു സംഘടനയിലും ഭാരവാഹിത്വം വഹിക്കാൻ പാടില്ല ആരും. അത് നിയമമാക്കി തന്നെ എടുക്കണം. 2 ടേമിൽ കൂടുതൽ, മാക്സിമം 2 ടേം. MPL MLA ഏത് ബോധാണെങ്കിലും പ്രസിഡന്റ് സ്ഥാനം ഏറ്റാലും 2 ടേമിൽ കൂടുതൽ ആളിരിക്കാൻ പാടില്ല. ഇത് 33 വർഷമായിട്ട് റെഡ്ഡിയെ മാറിയില്ലേ. 100 വയസ്സായി. നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല, നടക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു മാറ്റവും ഇല്ല. കാരണം എന്താ, 10 വയസ്സ് വരുമാനമുള്ള INTUC അത് വരുമാനമാണ്. അപ്പോൾ അവരെ ചോദിക്കാൻ പറ്റില്ല. ഇവിടെ രാഹുലൊന്നും പറ്റൂല. ഇവിടെ INTUC നമ്മുടെ സുരേഷ് ബാബു അത് ഇത്രയും കാലം. ഇപ്പോൾ 20 വർഷമായിട്ട് ആരാണ് ഈ പറഞ്ഞ ചന്ദ്രശേഖരൻ 500 കോടി അണ്ടി കേസിൽ. എന്താണ് ജനങ്ങൾ ഇങ്ങനെ വീട്ടിയാക്കി നിങ്ങൾ എത്ര കാലം പിടിച്ചു നിൽക്കും? എത്ര കാലം നിങ്ങൾ വീട്ടിയാക്കി നിങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റും? മോഡിക്കോലും പറ്റുന്നില്ല ജനങ്ങളെ വീട്ടിയാക്കിയിട്ട്. പിന്നെയാണ് നിങ്ങൾ INTUCക്കൊക്കെ. ബി കെയർഫുൾ. എല്ലാം വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. ജനങ്ങളെ മുഴുവൻ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. അത് ശരിയല്ല, പറ്റിക്കാനേ പറ്റില്ല. ഇത്രയെല്ലാം സംഭവം ഉണ്ടായിട്ടും പിണറായി സഖാവിന് മാറിക്കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും നീചമായ പ്രവൃത്തി, നികൃഷ്ടമായ പ്രവൃത്തി, നിഷ്ഠൂരമായ പ്രവൃത്തി, നിഷ്കരുണമായ പ്രവൃത്തി ലോകത്ത് വരെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അറിയില്ല, അന്ന് പറഞ്ഞ UDF കൂടി ചേരാൻ വന്നാണ്. ഇയാൾ സമ്മതിക്കില്ല. അപ്പോൾ എന്താണ്, വിജിലൻസ് അന്ന് പിണറായിയുടെ കയ്യിലാണ്. ഇയാളെ പോലെ അഴിമതി ചെയ്ത കേസ് വിജിലൻസിലിട്ട് അത് മുഖ്യമന്ത്രിക്ക് അറിയാം. അതുകൊണ്ട് അയാൾ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഇയാൾ പോയില്ല. അങ്ങനെ നാശിപ്പിച്ചു പറഞ്ഞല്ലേ. ഇപ്പോൾ ആ പ്രസ്ഥാനം ഇല്ലാതെ ഞാൻ പോകണം. പലരും പല പാർട്ടിയിലും പോകണം. കുറച്ചൊക്കെ മാന്യമായിട്ടും മാന്യതയോടെ പ്രവർത്തിക്കണം. കാരണം ആരെക്കാൾ മോശമല്ല. പബ്ലിക്കാണ്. പബ്ലിക്ക് മോശമെന്ന് കരുതരുത്. അത് ഇപ്പോൾ കഴുതകളല്ലേ. അതൊക്കെ പണ്ട് കാലമാണ്. ഇപ്പോൾ ഒന്നുമില്ല. പബ്ലിക് കഴുതൊന്നുമില്ല. അവർ ബുദ്ധിരാക്ഷസന്മാർ അതിലുണ്ട്. ഇപ്പോൾ പാറ്റ കേസുണ്ടല്ലേ. മോഡിക്ക് ഞെളിവിരി കൊള്ളുന്നു സംഘപരിവാർക്ക്. കാരണം നിൽക്കക്കളില്ലാതായതല്ല. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. ഒരാവശ്യം തന്നെ സൃഷ്ടി നടക്കും. അത് ലോകനീതിയാണ്. ഇപ്പം സിനിമയിൽ കഥാതന്ത്വം ഇങ്ങനെ കിട്ടുന്നത് എങ്ങനെയോ ഒരാൾക്ക് ലോകത്ത് എവിടെയോ ഒരാൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ അങ്ങനെ അറിയാതെ അവൾ എന്തോ ചെയ്തു പോയി. അതാണ് സൃഷ്ടിയത്. ആ പോയിന്റിനെ ഡെവലപ്പ് ചെയ്താണ് സിനിമ കഥ എഴുതുന്നത്. അപ്പം ആദമിൻ്റെ മക്കൾ തമ്മിൽ തല്ലി കൊന്നപ്പോൾ കുഴിച്ചിടാൻ അവർക്ക് അറിയില്ല എന്താന്ന്. അപ്പോഴാണ് കാക്കാന്നുണ്ടായിരിക്കുക. ഏതൊരു പക്ഷി എന്ന് വെച്ചോ, പക്ഷി കൊത്തി കൊന്നിട്ട് കാലുകൊണ്ട് കുഴിയെടുത്ത് അതിലേക്ക് മൂടുന്നുണ്ട്. അപ്പം മനസ്സിലായി കുഴിയെടുത്ത് കുഴിച്ചിടാം. അങ്ങനെയാണ് കുഴിച്ചിടാൻ പഠിച്ചത് ആദമിൻ്റെ കാലത്ത്. ഇന്നല്ല. അപ്പോൾ ആവശ്യം വന്നപ്പോൾ സൃഷ്ടി നടന്നു. അതാണ് എത്ര നാളായി ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ എത്ര നാളായി. ഇപ്പം നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് എങ്ങനെ ഒപ്പിട്ട് കൊടുത്ത് അടിയന്തരാവസ്ഥക്ക് ഓർഡർ ഇട്ട് അതിന് കുളിച്ചുകൊണ്ടിരിക്കാതെ പ്യൂൺ ചെന്ന് ബെല്ലടിച്ച് ആ വലത് കൈ തുണി തുടച്ചിട്ട് ഒപ്പിട്ട് കൊടുത്ത് വായിക്കും. ഒന്നും ചെയ്തില്ല. അടിയന്തരാവസ്ഥ വയ്ക്കാൻ നടത്തി. അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ കൊളികുത്താനെ മരിക്കുകയും ചെയ്തു. 2 പ്രസിഡന്റുമാർ ഇന്ത്യയിൽ കുളികുലി മരിച്ചിട്ടുണ്ട്. 2 ഇന്ത്യയുടെ കാലത്താണ്. ഒന്ന് സക്കീർ ഹുസൈനും ഒന്ന് അഹമ്മദ്, ഈ പറഞ്ഞ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. വേറെ ഒരാളും കുളിമുറിയിൽ മരിച്ചില്ല. ഈ പ്രസിഡന്റുമാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ പോസ്റ്റ്മോർട്ടം ചെയ്യില്ല. പ്രസിഡന്റ് മരിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് തല്ലിക്കൊത്താൻ അറിയില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്താണെന്നേ അടിയന്തരാവസ്ഥ ചെയ്ത്. ഇപ്പം അത് പറയാൻ കാരണം ഇപ്പം BJP അവസാനം മുമ്പറേ മാറ്റിയിട്ട് നമ്മുടെ ബേബി ജോർജ് കുര്യനെ പ്രസിഡന്റാക്കാൻ പോകുന്ന ഒരു റൂമർ കേൾക്കണം. ശരിയായിട്ടും അറിയില്ല. എന്തായിരിക്കും അവസ്ഥ? കേരളത്തിൽ ഒരു സാധാരണക്കാരൻ ക്രിസ്ത്യൻ ഇന്ത്യൻ പ്രസിഡന്റ് പദവി അലങ്കരിച്ചാൽ
പിന്നെ എന്തെങ്കിലും ചോദ്യമുണ്ടോ? BJP കൊടുക്കുന്ന അതായത് കടലാസ് ഒപ്പിട്ട് കൊടുക്കുക, അല്ലെ വല്ല ചാദ്യമുണ്ടോ? ഇപ്പോഴത്തെ പ്രസിഡന്റല്ലോ, അവർ ആവശ്യം കഴിഞ്ഞ് ആദിവാസികളുടെ പ്രശ്നം വന്നപ്പോൾ അവർ ആവശ്യം, അത് കഴിഞ്ഞ് ഇപ്പോൾ ക്രിസ്ത്യൻ ജോലി ചോദിക്കുകയാണ്, ഫയലിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഏതൊരു മഹാൻ പറഞ്ഞു ക്രിസ്ത്യാനി ഒന്നും പ്രസിഡന്റ് ആയിട്ടില്ല, അപ്പോൾ ഞങ്ങൾ പ്രസിഡന്റ് ആക്കുന്നത്. ഒരു ക്രിസ്ത്യാനി പ്രസിഡന്റ് ആക്കലാണോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ചുമതല? ആ സാഹചര്യം വരുമ്പോൾ അങ്ങനെ വരും, ആയിട്ടുണ്ട്. അത്ര കണ്ട് ജനാധിപത്യവും നീതിയും വളരെ താഴെ പോകാണ്. നീതിയൊന്നും ഇല്ലാത്ത അവസ്ഥയായി. അതിന് അതായത് പ്രതികരിക്കേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതികരിക്കുന്നതിൽ മാത്രമല്ല മൗനം പാലിക്കുകയാണ്. അത് ഞങ്ങൾ എന്തിനാ ഈ വാദം അത് ഇങ്ങനെ ചിലവർക്ക് ഇഷ്ടമാകുന്നില്ല, ഇഷ്ടമായാലും കുഴപ്പമില്ല, നമ്മൾ നീതി തന്നെ പറയും. ഇന്ത്യയിൽ BJP ചോദിച്ചു നോക്കി എല്ലാവരും ചേർത്ത് ഒരു സംഘടന, ഒരു പാർട്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ മുന്നണി ഉണ്ടാക്കി നിങ്ങൾ ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ കേരളത്തിലെ UDF അധികാരത്തിൽ കയറിയത് കോൺഗ്രസ്സുകാർ. ധാരണ അവർ കോൺഗ്രസ് ശക്തി കൊണ്ടാണ്. കോൺഗ്രസ് ശക്തി കൊണ്ടല്ല എന്ന് മുസ്ലിം ലീഗിനോടും മുസ്ലിം കോൺഗ്രസ്സുകാരോടും പറയണം. അത് ഈ 33% മുസ്ലിങ്ങൾ N ബ്ലോക്കായിട്ട് വോട്ട് ചെയ്തിട്ടാണ്. അതിൽ നിന്ന് ഒരു 5% വോട്ട്, വെറും 5% വോട്ട്, വേണം 3% വോട്ട് മാറിയിരുന്നെങ്കിൽ 60ഓളം സീറ്റ് ജയിക്കുന്നത് 500 മുതൽ 2000 വരെയാണ്. ആ 60 സീറ്റ് പോയാൽ 35-60 എത്രയും 95 വരുമായിരുന്നു. മുസ്ലിം സമുദായത്തിൽ നിന്നൊരു 3% വോട്ട്, കൂടുതലും വേണ്ട 3% വോട്ട് കഴിഞ്ഞ 2 തേവിൽ നടത്തിയപോലെ കോൺഗ്രസ് എതിരെ വന്നിരുന്നെങ്കിൽ LDF അധികാരിച്ചു തന്നെ. അത് ഇത്ര വന്നില്ല. എന്താ കാരണം? LDF ജയിച്ചു കഴിഞ്ഞാൽ UDF തോറ്റും, UDF നശിക്കും, LDF നശിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ആ 3% വോട്ട് പുറത്ത് കളയുന്നത്. അങ്ങനെയായിട്ട് കോൺഗ്രസ് നിങ്ങൾ അധികാരത്തിൽ കയറിയേക്കണത്. ഏത് നിമിഷം താഴെ ഇറക്കാം, ഒരു പ്രയാസമില്ല. ആ 3% മുസ്ലിങ്ങൾ വോട്ടുകൾ മാറി മതി. അത് മാറ്റാൻ ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് അന്ധമായി ഒതുക്കൽസും അന്ധമായി അതൊന്നും വേണ്ട. നിങ്ങൾ ഭരിച്ചോ സമ്പാദിച്ചോ തിന്നോ ഒന്നിനും കുഴപ്പമില്ല. ഇത്ര കോടി രൂപ ഇവിടുത്തെ ഓരോ ഭരണകക്ഷിക്കാരും പേരിലും ബിനാമി ആയിട്ടുണ്ട്. ഓരോ പാർട്ടിയുടെ, എല്ലാ പാർട്ടിയും, ഒരു പാർട്ടിയും അത് നടത്തിക്കോ. പക്ഷെ ചെയ്യുന്നതിൽ ന്യായീകരണം വേണം, നീതി വേണം. നീതിയില്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ നിങ്ങൾ ധരിക്കുമ്പോഴും ഇല്ല കാര്യങ്ങൾ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിന് ഏതാണ്ട് കാര്യം മനസ്സിലായി. കേരളത്തിലെ മുസ്ലിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്ന് പിണറായിക്ക് ശരിക്കും മനസ്സിലായി. അന്ന് ഞങ്ങൾ പാടുവിട്ട് പറഞ്ഞ്, പിണറായി സഖാവെ, കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ, നിങ്ങൾക്ക് ധരിക്ക് തെറ്റാണ്, അങ്ങനെ അപകടമുണ്ടതിൽ, നിങ്ങൾ കുറച്ചുകൂടി മാന്യമായിട്ടും കുറച്ചുകൂടി മിതമായിട്ട് ചെയ്തില്ല. അപ്പം ഞങ്ങൾ അന്ന് ഒരു കാര്യം പറഞ്ഞു. അൻവർ പുറത്തു വന്നപ്പോൾ അൻവറിനെ മുന്നണി ചേർക്കാൻ സതീശൻ മനസ്സിലാവും. മുസ്ലിം ലീഗ് വിചാരിച്ചിട്ട് പോലും സതീശൻ ചേർത്തില്ല. എന്താ കാരണം? അയാൾ ഇറങ്ങിയത് RSS വിരോധം പറഞ്ഞാൽ, പിന്നെ പിണറായി വിരോധം പറഞ്ഞാണ്, പിന്നെ LDF വിരോധം പറഞ്ഞാൽ. ഇത് മൂന്നും സതീശനത്ത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതല്ലേ ഒരു ദാക്ഷ്യമില്ലാതെ അയാൾ തട്ടിക്കളഞ്ഞും അവസാനം ബേപ്പൂർ സീറ്റ് ജയിക്കില്ല. അറിയുക തോൽപ്പിച്ചു കൊടുത്തൊക്കെ. എങ്ങനെയാണ് തോൽപ്പിച്ച്? എങ്ങനെയാണ് ഇവിടെ UDF ജയിച്ചത്, LDF ജയിച്ചത്? എല്ലാം നടന്നിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അത് മനസ്സിലാക്കാൻ അൻവറിൻ്റെ കഴിവുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ. അൻവർ മണ്ടത്തരം കാണിച്ച് യാതൊരു മാന്യതയില്ലാതെ പറഞ്ഞ്, അപ്പോൾ അതുകൊണ്ട് അൻവർ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ AICCയുടെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോഴേ ആ നിമിഷം ഇയാൾ കൊച്ചിയിൽ നിന്ന് മലപ്പുറത്ത് പ്രഖ്യാപിക്കുന്നു ആ സ്ഥാനാർത്ഥി പറ്റില്ലത്, അവിടെ നിന്ന് AICC പ്രഖ്യാപിക്കുന്നു ഈ സ്ഥാനാർത്ഥി പേടുന്നു. മാന്യതയുണ്ടെങ്കിൽ, രാഷ്ട്രീയത്തിൻ്റെ ABC എങ്കിൽ AICCയുടെ ആ അഭിപ്രായം ധിക്കരിക്കുമോ? അല്ലെങ്കിൽ ആ മുന്നിൽ നിൽക്കരുത്. അപ്പോൾ മണ്ടനാണെന്ന് അറിയാം. അതാണ് വയനാട് ഒരു ഇത് തുടങ്ങിയില്ല, ഈ കളിക്കഥ ഇവിടെ വീഗാലാൻഡ് തുടങ്ങിയില്ല. അത് കൃത്യമായി ഉണ്ടാക്കിയതാണ്, മറ്റു ഒറിജിനലാണ്. അപ്പോൾ കൊല്ലത്ത് ഒരു ഈഴ വിഭാഗത്തിൽപ്പെട്ട ആൾ എന്താ അവിടെ എന്തോ പ്രശ്നമുണ്ടായി. ഇപ്പോൾ ഇയാൾ ധിക്കാരം കാണിച്ച് അങ്ങനെ അവനെല്ലാം കുത്തിപ്പോയി. അതിൻ്റെ പുറകിൽ ആൾക്കാരുണ്ടാകുന്നത്, അങ്ങനെ അതെല്ലാം നിർത്തിപ്പോയി. അത് മണ്ടനാണ്. അത് മുസ്ലിം സമുദായത്തിൽ സമ്പന്നന്മാരിൽ പലരും മണ്ടത്തരം കാണിക്കും അല്ലേ. തൃശ്ശൂർക്കാരൻ ഒരു കാക്കാണ്ടില്ലേ, 10,000 കോടി സ്വത്തിനായിട്ട് ഒരാളെ വണ്ടി കയറ്റി കൊന്ന് ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിൽ കിടന്ന്, ട്രിവാൻഡ്രം ജയിലുണ്ട്, പൂജപ്പ ജയിലുണ്ടല്ലോ, കൊതുകൊണ്ട് വെറും കടത്തിൻ്റെ കിടക്കുമ്പോൾ കിടക്കണം. വല്ല കാര്യമുണ്ടോ? എടോ, പണം നിങ്ങൾക്ക് അള്ളാഹു തരുമ്പോൾ വിനയം. ഒരു മാവിൻ്റെ കൊമ്പയിൽ
മാങ്ങ കൂൾ വന്നാൽ കൊമ്പ് താഴുകയാണ്, അല്ല ഉയരല്ല. അതുകൊണ്ട് അറിവും സമ്പത്തും കുന്നുകൂടുമ്പോൾ നിങ്ങൾ കൂടുതൽ വിനയാന്യതനാകണം. ആയിരുന്നു എങ്കിൽ ആ തൃശ്ശൂർക്കാരൻ ആ പയ്യനെ സെക്യൂരിറ്റിക്കാരനെ വണ്ടി കയറ്റി കൊന്നോണെ. അവൻ ചെയ്താണെന്ന് അറിയില്ല, ആരോ ചെയ്യിച്ചറിയില്ല. അവന് തകർക്കാൻ, അവൻ ഏറ്റവും വലിയ സമ്പന്നാണ് തൃശ്ശൂർ ഭാഗത്ത്. അപ്പോൾ അവന് തകർക്കേണ്ട മറ്റുള്ള ചില ലോബിക്ക് ആവശ്യമാണ്. തകർത്തിപ്പോൾ ജയിലിൽ കിടക്കാണ്, വിടുന്നുണ്ട്. എത്ര 10,000 കോടി സ്വത്തുള്ളത്. അതുപോലെ അൻവർ മോശം നിൽക്കാനല്ല, ജന്മന തന്നെ ചെറിയ സമ്പന്നാണ്, ഇപ്പോൾ ഉണ്ട്. ഒരു നയമൊക്കെ വേണ്ട അൻവറെ. നിങ്ങൾ ജയിക്കുവ് കണ്ടുപിടിക്കുക, ജയിക്കുവിൻ്റെ മകൻ അനൂപ്. ആ പുള്ളിയുടെ കാര്യം നോക്കി, ദൈവമന്ത്രിയല്ലേ, ഒരു വല്ല കോലാഹലം എടുത്തോ. അൻവർ എന്തോ ഒരു കോലാഹലം ഉണ്ടാക്കി, യാതൊരു ന്യായമില്ലാത്ത രീതിയിലും. കുറച്ചൊക്കെ മിതത്വം പാലിക്കണ്ടേ നിങ്ങൾ അധികാരം ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ അധികാരം ആഗ്രഹിക്കുന്നില്ല, അധികാരത്തിൻ്റെ അടുത്തുകൂടി പോകാൻ താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാം, ചിലപ്പോൾ മണ്ടത്തരമൊക്കെ കാണിക്കാം, നിങ്ങൾ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്നു. സതീഷിൻ്റെ കൂടെ വന്നെങ്കിൽ സതീഷിൻ്റെ നേതാവ് കണ്ടുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിൽക്കും. ആ CPG കൊണ്ട് കണ്ടുപിടിക്കും. എത്ര വർഷമായി സതീഷിൻ്റെ കോൺഗ്രസ് നേതാക്കളിലും വാലച്ചോണ്ടി ഓച്ചാനിച്ച് തങ്ങളുടെ കൂടെ. കാരണം പുള്ളിക്ക് അധികാരത്തിൽ കയറണമെന്ന് MLA അവിടുന്ന് കാക്കനോട് ഇപ്പോൾ ജയിച്ചില്ലേ, MLA ആയി, മന്ത്രിയായി. അതേപോലെ ജീവിതം ഓക്കെ, ഇനി ഒരു ചിന്തയൊന്നുമില്ല, അത് കൊള്ളുന്നില്ല, മുഖ്യമന്ത്രിയൊന്നും പുള്ളി ആഗ്രഹിക്കുന്നില്ല. അൻവർ എന്ത് ചെയ്ത് എല്ലാവരും വെറുപ്പിച്ചു, ധിക്കാരം കാണിച്ചു, അഹങ്കാരം കാണിച്ചു. അത് അഹങ്കാരവും ധിക്കാരവും ഒരു വിധിയല്ല സർ, ചതി ഒരു വിധിയല്ല എന്ന് പറയുമ്പോൾ അൻവറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് അൻവറിനെ ഒതുക്കുന്ന കാര്യത്തിൽ സതീഷ് എടുത്ത പണിയുണ്ടല്ലോ, അതാണ്. അപ്പോൾ സതീഷിൻ്റെ ബാക്ക് ഫയല് വളരെ സസൂക്ഷ്മം കോൺഗ്രസ് പാർട്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ സൂക്ഷ്മം. ആ നിലയ്ക്ക് അപകടത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പിണറായി വിജയനാണെങ്കിലും സ്വയം രാജിവെച്ച് മാന്യമായിട്ട് ഇറങ്ങി പോകണമെന്നും ഇറക്കി വിടണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞ് 2 വർഷം മുഖ്യമന്ത്രിയാളും അറിയപ്പെടുന്ന നേതാവുമാണ്. നല്ല സമയത്തൊക്കെ ചില കാര്യം ചെയ്തിട്ടുമുണ്ട്. അത് 2 കാര്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നത്. ഒപ്പം തന്നെ ഒരൊറ്റ കാര്യം, വടക്കേ ഇന്ത്യയിൽ നടന്നത്, ആന്ധ്രയിൽ നടന്നുകൊണ്ട്, അല്ല മധ്യപ്രദേശിൽ നടന്നുകൊണ്ട്, ഭർത്താവ് മരിച്ചപ്പോൾ പകരം ഭാര്യയ്ക്ക് ജോലി കിട്ടി. ഭാര്യയ്ക്ക് 45 വയസ്സുള്ളൂ. ആ അമ്മയെ വണ്ടി കയറ്റി പോകുന്നത് മകൾക്ക് ജോലി കിട്ടാൻ വേണ്ടി കുട്ടികളെ കണ്ടു കൊടുത്തു. എന്തൊരു കാലം നോക്കി, എന്തൊരു അവസ്ഥയാണ് നോക്കി ലോകത്ത്, ഇന്ത്യയിൽ. ഭർത്താവ് ഇങ്ങനെ മരിച്ച്, അത് ഒന്നായിട്ട് പറയുന്നില്ല. അപ്പം ഭാര്യയ്ക്ക് പകരം ജോലി കിട്ടി, ഓക്കെ. ഭാര്യ 45 വയസ്സുള്ള അമ്മ എന്ന് പറഞ്ഞു, ആ അമ്മയെ കാറ് കയറ്റി കൊന്നിട്ട് മകൾക്ക് ജോലിക്ക് വേണ്ടി. മനുഷ്യൻ പണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കില്ല എന്ന് പറഞ്ഞാൽ, ഇത് സ്വന്തം അമ്മയെ കൊല്ലാൻ കൂട്ടുന്നവരുന്നല്ലേ. ഇതൊക്കെ മോശം പ്രവൃത്തി എന്തിനുള്ളത്? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് അമ്മയും കുഞ്ഞും തമ്മിലാണ്. അത്രയും ബന്ധം അച്ഛനും കുഞ്ഞും തമ്മിലില്ല. അങ്ങനെയുള്ള അമ്മയെ കൊല്ലാൻ സ്വന്തം മകൾ, അച്ഛനാണെങ്കിൽ അച്ഛൻ മാറിയാന്ന് പറയാം, അമ്മ മാറൂല, അമ്മയുടെ ഗർഭത്തിൽ കാണുന്നില്ലേ. ഇപ്പം അങ്ങനെ കൊണ്ടുകൊടുത്തപ്പോൾ ലോകം എവിടെ എത്തി? ആ നശിച്ച ലോകത്ത് ഒരു നിമിഷം മുമ്പേ മടങ്ങിപ്പോകുന്നതാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്താണ്. നിൽക്കുക. ഒരായി നന്ദി. ജയ് ഹിന്ദ്.